നമസ്കാരം, ഞാൻ അജിത. പ്രധാന വാർത്തകൾ. ശബരി വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. 2570 ഏക്കർ സ്ഥലം ഏറ്റെടുക്കും. നാട് ക്രിസ്മസ് ആഘോഷത്തിലേക്ക്. രുചി വൈവിധ്യങ്ങളുമായി കേക്ക് വിപണി. അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി എരുമേലിയിൽ അന്നദാന കേന്ദ്രം. ദിവസവും അന്നദാനത്തിനെത്തുന്നത് 3000-ലധികം ഭക്തർ. വാർത്തകൾ വിശദമായി. എരുമേലിയുടെ ആകാശ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി ശബരി വിമാനത്താവളത്തിന് ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായി 2570 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. മധ്യ തിരുവിതാംകൂറിന്റെ ആകാശ സ്വപ്നങ്ങൾക്കും വികസനത്തിനും ചിറകുകൾ നൽകി ശബരി വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ചെറുവള്ളി എസ്റ്റേറ്റിൽ നിന്ന് 2405 ഏക്കർ ഭൂമിയും 165 ഏക്കർ സ്വകാര്യ ഭൂമിയും ഉൾപ്പെടെ 2570 ഏക്കർ സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. എരുമേലി സൗത്ത്, മണിമല വില്ലേജുകളിലായാണ് 2570 ഏക്കർ സ്ഥലം കിടക്കുന്നത്. വിമാനത്താവള നിർമ്മാണം സംബന്ധിച്ച സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ട് പരിശോധിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശകൾ കൂടി ഉൾപ്പെടുത്തിയാണ് റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്. ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമി വിമാനത്താവളത്തിന് അനുയോജ്യമാണെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കണ്ടെത്തിയതോടെയാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഏറ്റെടുക്കേണ്ട സ്ഥലത്തിന്റെ അതിർത്തികൾ കുറ്റികൾ നടുന്ന ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത്. വിമാനത്താവള നിർമ്മാണത്തിന്റെ കൺസൾട്ടന്റായ ലൂയിസ് ബഗർ കമ്പനി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ക്രിസ്മസിന് ഒഴിച്ചുകൂടാനാകാത്ത വിഭവമാണ് കേക്ക്. കോട്ടയത്ത് നാവിൽ രുചിമേളം സമ്മാനിക്കാൻ വിവിധ തരം ക്രിസ്മസ് കേക്കുകളുമായി കുടുംബശ്രീയുടെ കേക്ക് മേള തുടങ്ങി. വിവിധ തരം ക്രിസ്മസ് കേക്കുകൾ ഒരുക്കി കുടുംബശ്രീയുടെ കേക്ക് മേളയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ തുടക്കമായി. കുടുംബശ്രീ സംരംഭകരുടെ യൂണിറ്റുകളിൽ നിർമ്മിച്ച വിവിധയിനം കേക്കുകളും പലഹാരങ്ങളുടെയും വിപുലമായ ശേഖരമാണ് വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത്. തലയോലപ്പറമ്പ്, അയർക്കുന്നം, കോട്ടയം നോർത്ത്, പുതുപ്പള്ളി, തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സ്പെഷ്യലി നമ്മൾ ചെയ്യുന്നത് കേക്ക് മേളയാണ്. അപ്പോൾ നമ്മുടെ ഈ കോട്ടയം ജില്ലയിലുള്ള CDSകളിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സംരംഭ യൂണിറ്റുകളുടെ പ്രോഡക്റ്റ്സാണ് നമ്മളിവിടെ വിപണനം ചെയ്യുന്നത്. ഗ്രാമിലും അതുപോലെ തന്നെ പല സെക്ഷനും ഉണ്ട്. ക്യാരറ്റ്, പ്ലം, അങ്ങനെയുള്ള പല സെക്ഷൻസ് ഉണ്ട്. പിന്നെ അല്ലാതെയുള്ള ഐറ്റംസ് നമ്മൾ അധികമായിട്ട് ഈ ക്രിസ്മസ് മേളയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എങ്കിലും നമുക്ക് പിക്കിൾ ഐറ്റംസ് ഉണ്ട്, മുളക് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്, പിന്നെ പപ്പടം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ മേള പ്രവർത്തിക്കും. ഡിസംബർ 23-ന് മേളയ്ക്ക് സമാപനമാകും. മാർബിൾ കേക്ക്, കാരറ്റ്, ഈന്തപ്പഴം കേക്ക്, കാരറ്റ് കേക്ക്, ബട്ടർ കേക്ക്, പ്ലം കേക്ക് എന്നിവയുടെ ശേഖരത്തിന് പുറമെ കുക്കീസും മേളയിലുണ്ട്. ബനാന ബിസ്ക്കറ്റ്, മസാല, ചോക്ലേറ്റ് കുക്കീസ്, ചമ്മന്തിപ്പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മസാലക്കൂട്ട്, വിവിധയിനം അച്ചാറുകൾ എന്നിവയും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. 150 രൂപ മുതൽ 300 രൂപ വരെയാണ് കേക്കുകളുടെ വില. കുടുംബശ്രീ CDSൽ രജിസ്റ്റർ ചെയ്ത അംഗീകൃത സംരംഭക യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു സുജിത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രകാശ് B. നായർ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ജോബി ജോൺ, അനൂപ് ചന്ദ്രൻ, പ്രശാന്ത് ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്രിസ്മസ് ആഘോഷം മധുരതരമാക്കാൻ കേക്ക് വിപണികൾ സജീവമാകുന്നു. രുചി വൈവിധ്യങ്ങളുമായി കേക്ക് നിർമ്മാതാക്കളും ക്രിസ്മസിനെ വരവേൽക്കാൻ തയ്യാറായി. കേക്കില്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷം പൂർണ്ണമാവുകയില്ല. വൈവിധ്യ രുചികളിലുള്ള കേക്കുകളാകുമ്പോൾ ആഘോഷം കൂടുതൽ മധുരതരമാകും. ആളുകളിലേക്ക് കൂടുതൽ രുചിഭേദങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പാലാ ബേക്കേഴ്സ്. വിവിധയിനം കേക്കുകൾക്ക് പുറമെ 8 മുതൽ 12 ഇനങ്ങൾ വരെയുള്ള ഹാമ്പർ ബോക്സുകൾ ഇത്തവണത്തെ പ്രത്യേകതയാണ്. കേക്ക്, കുക്കീസ്, നോൺ ആൽക്കഹോളിക് വൈൻ, ചോക്ലേറ്റ്സ്, ജ്യൂസ് തുടങ്ങിയ ഇനങ്ങളാണ് ഹാമ്പർ ബോക്സിനുള്ളത്. 1000 രൂപ മുതൽ 3000 രൂപ വരെ വിലയുള്ള വ്യത്യസ്ത ഹാമ്പർ ബോക്സുകൾ ലഭ്യമാണ്. ഹാമ്പർ ബോക്സുകൾ ഒരുങ്ങിയിട്ടുണ്ട്. ജോയ്ഫുൾ ഗിഫ്റ്റ് ഹാമ്പർ, അത് കേക്ക് ആൻഡ് വൈനാണ്. സെലിബ്രേഷൻ ഹാമ്പർ, ഹാമ്പർ ബോക്സ്, ഹാമ്പർ ബാസ്ക്കറ്റ്, ഒരു 6-7 തരം വ്യത്യസ്ത തരം ഹാമ്പർ ബോക്സുകളുണ്ട്. അതോടൊപ്പം ഇത്തവണ നമ്മൾ സ്പെഷ്യാലിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത് ബേക്ക്ഡ് ചീസ് കേക്കാണ്. ക്ലാസിക് ന്യൂയോർക്ക് ചീസ് കേക്ക്. അതിൻ്റെ സ്പെഷ്യാലിറ്റി അത് ഫുള്ളി ക്രീം ചീസാണ്, അത് ബേക്ക്ഡ് ആണ്. പിന്നെ റഷ്യൻ ഹണി കേക്ക് ഉണ്ട്. വേറൊരു കാര്യം പറയാനാണെങ്കിൽ ഞങ്ങൾ പ്ലെയിൻ കേക്കുകൾക്കെല്ലാം 25 റുപ്പീസിൻ്റെ ഓഫർ
സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നുണ്ട്. അത് എല്ലാ കേക്കുകൾക്കും ഉണ്ട്. ഒരു ജനുവരി വരെ കാണുള്ളൂ അതിന്റെ ഓഫർ. ബദാം പൗഡർ ഉപയോഗിച്ച് നിർമ്മിച്ച ഫ്രഞ്ച് മാക്രോണും ഇത്തവണത്തെ പ്രത്യേകതയാണ്. എക്സോട്ടിക് പ്ലം കേക്കും 1 ലിറ്റർ വൈനും ഉൾപ്പെടുന്ന ജോയ്ഫുൾ ഗിഫ്റ്റും വ്യത്യസ്ത ഇനമാണ്. 900 രൂപ വിലയുള്ള ന്യൂയോർക്ക് ബേക്ക്ഡ് ചീസ് കേക്ക്, റഷ്യൻ ഹണി കേക്ക്, ക്യാരറ്റ് ആൻഡ് ഡയറ്റ് കേക്ക്, ഫ്രഞ്ച് ഒപ്പേറ തുടങ്ങിയ രുചിഭേദങ്ങളും ഇവിടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലാ. എരുമേലിയിൽ ദേവസ്വം ബോർഡ് ആരംഭിച്ച അന്നദാന കേന്ദ്രത്തിൽ അയ്യപ്പ ഭക്തരുടെ തിരക്കേറി. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പിറകുവശത്ത് പ്രത്യേകം പന്തൽ കെട്ടിയാണ് അന്നദാനത്തിന് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടകർക്കായി എരുമേലിയിൽ പ്രവർത്തിക്കുന്ന അന്നദാന കൗണ്ടർ ഭക്തർക്ക് ഏറെ ഉപകാരപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് അന്നദാന കൗണ്ടർ പ്രവർത്തിക്കുന്നത്. രാവിലെ 11 മണിക്ക് അന്നദാനം ആരംഭിക്കും. ഔഷധക്കഞ്ഞിയും അച്ചാറുമാണ് നൽകുന്നത്. ഇവിടുത്തെ അന്നദാനത്തിന് പുറമെ കൊച്ചമ്പലത്തിൽ ചുക്കുവെള്ളവും വിതരണം ചെയ്യുന്നുണ്ട്. വൃശ്ചിക മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ അന്നദാന കൗണ്ടർ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പുറത്തുവശത്തായി പ്രത്യേകം പന്തൽ കെട്ടിയാണ് ആഹാരം കഴിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ദിവസവും 3000-ലധികം ഭക്തർ ഇവിടെ നിന്നും ആഹാരം കഴിക്കുന്നുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൽ അപ്പം, അരവണ പ്രസാദം വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, എരുമേലി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലെ 2ാമത്തെ കവാടത്തിലേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഉപയോഗശൂന്യമായി. ടാറിംഗ് പൂർണ്ണമായി തകർന്ന റോഡിൽ കൂടി കാൽനടയാത്ര പോലും പറ്റാതായി. കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രി കോമ്പൗണ്ടിലെ 2ാമത്തെ കവാടത്തിലേക്കുള്ള റോഡ് തകർന്ന് ഉപയോഗശൂന്യമായി. ടാറിംഗ് പൂർണ്ണമായും ഇളകി മെറ്റൽ മാത്രമാണുള്ളത്. ആശുപത്രി മുറ്റത്തു നിന്നും ചില്ലിയൊഴുക്കം റോഡിലേക്ക് പോകുന്നതിനുള്ള വഴിയാണിത്. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ആശുപത്രി ആയതിനാൽ 8 മാസങ്ങൾക്ക് മുമ്പ് റോഡ് നവീകരിക്കുന്നതിനായി 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ടെൻഡർ പൂർത്തിയായെങ്കിലും പണികൾ തുടങ്ങിയിട്ടില്ല. 1 വർഷത്തിലധികമായി ഈ റോഡ് തകർന്നു കിടക്കുന്നു. ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണെന്ന് ആശുപത്രി വികസന സമിതി അംഗം PK ആനന്ദക്കുട്ടൻ പറഞ്ഞു. ഇപ്പോൾ ആ ടെൻഡർ എടുക്കാൻ ആളുണ്ടായി. അതിനുശേഷം അത് ടാർ ചെയ്ത് തരണമെന്നാണ് നമ്മുടെ ആശുപത്രിയുടെ അധികാരികൾ പറഞ്ഞത്. അതനുസരിച്ച് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടുത്ത മഴയത്ത് തന്നെ ഇത് ഒലിച്ചു പോകുന്ന ഒരവസ്ഥ വരും. അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എഞ്ചിനീയറും അതോടൊപ്പം തന്നെ മറ്റാൾക്കാരും എല്ലാം വന്ന് നോക്കിയിട്ട് അത് 3 തരത്തിലേക്ക് ചെയ്യാൻ പറ്റൂ. താഴെ എന്ന് പറയുന്നത് ചെല്ലിയൊഴുക്കൻ റോഡിലേക്ക് കയറി വരുമ്പോൾ അവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യണം. അതിനുശേഷം അത് ലോക്കിംഗ് കട്ടയിട്ട് ലേ ചെയ്യണം. അതിനുശേഷം മാത്രമേ ടാറിങ് നടക്കൂ. ഇങ്ങനെ 3 രീതിയിൽ ചെയ്യുമെങ്കിൽ മാത്രമേ ആ റോഡ് നല്ല രീതിയിൽ കിടക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ആശുപത്രിയിൽ നിന്ന് ഒരു പേപ്പർ അവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അത് ഈ 3 കാര്യങ്ങൾ ചെയ്ത് ആ വഴി റെഡിയാക്കി തരണമെന്ന് പറഞ്ഞ ഒരു ആവശ്യമാണ് ഉന്നയിക്കേണ്ടത്. എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 2 ആഴ്ചയിലധികമായി ആ പേപ്പറുകൾ കിട്ടിയോ എന്തോ എന്നറിയില്ല. ഏതായാലും ഈ അവിടുത്തെ അപകടങ്ങൾ ഓരോ ദിവസവും കൂടി വരികയാണ്. അവിടെ 2 വീലറുമായി പോകുമ്പോൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ ബാക്കിലിരിക്കുന്ന സ്ത്രീകളാണ് എന്ന് പറഞ്ഞാൽ ആ കട്ടറിലേക്ക് വീണ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അതിൻ്റെ വലത്ത് സൈഡിലെന്ന് പറയുന്നത് NHMൻ്റെ ഓഫീസാണ്. ആ ഓഫീസിൻ്റെ അതിലേക്കെന്ന് പറഞ്ഞാൽ താഴ്ന്നു കിടക്കുന്ന സ്ഥലമാണ്. ആ താഴ്ന്നു കിടക്കുന്ന സ്ഥലത്തിലേക്ക് സ്കൂട്ടറും അതുപോലെ ആടും കൂടെ വീണാൽ മരണം ഉറപ്പാണ്. ഈ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിയാകില്ല. എന്നാൽ അടിയന്തരമായ അധികാരികൾ ഇക്കാര്യത്തിൽ ഇടപെടണം. NHന്റെ ഭാഗത്തു നിന്നും കൈവരികൾ കൂടി സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം കാത്തലിക് യങ് മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോളി നൈറ്റ് എന്ന പേരിൽ ക്രിസ്മസ് ഫാദർമാരുടെയും വിവിധ പ്ലോട്ടുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്രിസ്മസ് സമാധാന സന്ദേശയാത്ര ഹോളി നൈറ്റ് നടത്തുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പൊൻകുന്നം തിരുക്കുടുംബ ദേവാലയ അങ്കണത്തിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊൻകുന്നത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി പർണശാല, മാത്യു പന്തിരിവേലിൽ, ജോജി ജോർജ് മണിയാമ്പറമ്പിൽ, സെക്രട്ടറി ജോജി ജോസഫ് കൊട്ടാരത്തിൽ, സഞ്ജു എന്നിവർ പങ്കെടുത്തു. പൊൻകുന്നം പള്ളിക്ക് ആരംഭിച്ച ജയരാജ് സാറാണ് ഉദ്ഘാടനം ചെയ്ത്. അവിടെ നിന്ന് ആരംഭിച്ച് നമ്മുടെ പാലാവഴിക്കൂടെ വന്ന് ഹൈസ്കൂളിൽ അവിടെ തിരിഞ്ഞ് ഇരുവമലയിൽ ചെന്ന് പള്ളിക്ക് വന്ന് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് പാപ്പാട് രഥമുണ്ട്, DJ സൗണ്ടുണ്ട്, ട്രീയുടെ ഒരു പ്ലോട്ടുണ്ട്, നക്ഷത്രത്തിൻ്റെ പ്ലോട്ടുണ്ട്, ലൈവ് കുതിരയുണ്ട്, ഒരു ചെണ്ടമേളമുണ്ട്. ഇതിനാളെ കൂട്ടി ഒരു പ്രോഗ്രാമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 100ഓളം പാപ്പാമാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപകട മേഖലയായി പാലാ കടപ്പാട്ടൂർ ബൈപ്പാസ് പുളിക്കൽ പാലം ജംഗ്ഷൻ. ശബരിമല തീർത്ഥാടകരടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. അധികൃതർ അടിയന്തര മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
അപകട മേഖലയായി കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡിലെ പുളിക്കൽ പാലം ജംഗ്ഷൻ. ബൈപ്പാസ് റോഡ് ആധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായതോടെയാണ് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്ന പഴയ കത്തീഡ്രൽ പള്ളി പുളിക്കൽ പാലം റോഡിലെ പ്രവേശന കവാടങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നത്. കത്തീഡ്രൽ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ചെറിയ ഒരു ഹമ്പ് മാത്രമാണ് ഇവിടെയുള്ളത്. കത്തീഡ്രൽ റോഡിലൂടെ ഇറങ്ങിയെത്തുന്ന വാഹനങ്ങൾക്ക് സൂചനാ ബോർഡുകളോ വേഗ നിയന്ത്രണ സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ മുൻപരിചയം ഇല്ലാത്തവർ എത്തിയാൽ അപകട സാധ്യത ഏറെയാണ്. ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്ക് ഇടറോഡിലൂടെ പ്രവേശിക്കുന്ന വാഹനങ്ങളെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. തലനാരിഴയ്ക്കാണ് പലപ്പോഴും അപകടങ്ങൾ വഴിമാറിപ്പോകുന്നത്. ബുധനാഴ്ച ഇടറോഡിലൂടെ എത്തിയ ബൈക്ക് ബൈപ്പാസിലൂടെ പോയ ഗ്യാസ് ലോറിയുമായി കൂട്ടിയിടിച്ച് പൂഞ്ഞാർ സ്വദേശികളായ അച്ഛനും മകനും പരിക്കേറ്റിരുന്നു. ശബരിമല തീർത്ഥാടകരടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത്. അധികൃതർ അടിയന്തര മുൻകരുതൽ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്. ജില്ലയിൽ പട്ടികജാതി സംവരണത്തിനുള്ള ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഒഴിവുകളിൽ പരിഗണിക്കപ്പെടാൻ യോഗ്യരായ BAMS MD ബിരുദധാരികളും 19-നും 40-നും ഇടയിൽ പ്രായമുള്ളവർ ഡിസംബർ 30-നകം ബന്ധപ്പെട്ട പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യണം. സംവരണ വിഭാഗത്തിന്റെ അഭാവത്തിൽ മറ്റ് വിഭാഗങ്ങളെയും പരിഗണിക്കും. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകൾ സഹിതം അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. വിവരങ്ങൾക്ക് ഫോൺ 9072592412. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരി വിമാനത്താവളം ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഭൂമി ഏറ്റെടുക്കാൻ റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. 2570 ഏക്കർ സ്ഥലം ഏറ്റെടുക്കും. നാട് ക്രിസ്മസ് ആഘോഷത്തിലേക്ക്. രുചി വൈവിധ്യങ്ങളുമായി കേക്ക് വിപണി. അയ്യപ്പ ഭക്തർക്ക് ആശ്വാസമായി എരുമേലിയിൽ അന്നദാന കേന്ദ്രം. ദിവസവും അന്നദാനത്തിനെത്തുന്നത് 3000-ലധികം ഭക്തർ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.